നമസ്കാരം. നമസ്കാരം അർജുൻ. സർ, തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ക്യാമ്പ് വലിയ ആഹ്ലാദത്തിലാണ്. അതേസമയം CPM-ഓ BJP-യോ വലിയ വാഗ്വാദങ്ങളോ ഒന്നും തന്നെ നടത്തുന്നില്ല. ഒരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നടത്തുന്നില്ല. കോൺഗ്രസിലാകട്ടെ പലരും ആര് മുഖ്യമന്ത്രിയാകണം, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കസേരയിലേക്ക് പലരും ചരട് വലിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ പലതരത്തിലുള്ള വടംവലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നാണ് കോഴിക്കോട് MP കുറെ തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെല്ലാം? കോൺഗ്രസ് ക്യാമ്പിലല്ല ആഹ്ലാദം അർജുൻ. കോൺഗ്രസ് ക്യാമ്പുകളുടെ പ്രവൃത്തി കൊണ്ട് നാട്ടുകാർക്കാണ് ആഹ്ലാദം ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരൊക്കെ വലിയ വിഷമിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 9-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനുശേഷം ഇനിയും ഫലം വരാനായിട്ട് മെയ് മാസം 4-ാം തീയതി വരെ ഏതാണ്ട് 23-24 ദിവസം നമ്മൾ കാത്തിരിക്കണമായിരുന്നു. അപ്പൊ വലിയൊരു നീണ്ട കാത്തിരിപ്പാണ്. ഇതിനിടയിൽ തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ് ഇത്രയും സമയം നീട്ടി ഫലപ്രഖ്യാപനം വരാനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പൊ ഈ 24 ദിവസത്തിനിടയിൽ എന്ത് വിഷയം നമ്മൾ ചർച്ച ചെയ്യും? അതായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ ഒരു ആശങ്ക. അല്ലെങ്കിൽ ആശങ്ക എന്ന് പറയോ, അല്ലെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മൾ ചില കലാപരിപാടിക്കിടെ പറയത്തില്ലേ, വലിയ കലാപരിപാടി 2, 3, 4 മണിക്കൂർ നിൽക്കുകയാണെങ്കിൽ അതിനിടയിൽ ഒരു ഇന്റർവെൽ എന്നൊരു സാധനം ഉണ്ടാകും. അതേപോലെ സിനിമയോ അങ്ങനെയൊക്കെയുള്ള 2, 3 മണിക്കൂറുള്ള പരിപാടികളാണ് നടക്കുന്നതെങ്കിൽ ഇന്റർവെൽ സമയത്ത് സാറിന് എല്ലാവരും ചായ കുടിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷെ ഇന്റർവെൽ സമയത്ത് അവിടെ തന്നെ സീറ്റിൽ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പൊ അവരെ രസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ പരിപാടികൾ ആ സമയത്ത് അവതരിപ്പിക്കും. കൊച്ചു കലാപരിപാടികൾ അവതരിപ്പിക്കും. നമ്മുടെ ജഗതി ശ്രീകുമാർ ഒരു സിനിമയിൽ പറയുന്നില്ലേ, അതിനകത്തിലെ ഭാഗവതർ തങ്കപ്പൻ. അപ്പൊ അതിനകത്ത് അനൗൺസ് ചെയ്യുന്ന അങ്ങനെയാണ്, അദ്ദേഹം ഒരു ഗാനമേള നടക്കുകയാണ്. അതിനിടയ്ക്ക് ഇന്റർവെൽ വന്ന സമയത്ത് കഥാപാത്രം പറയുന്നുണ്ട്, അപ്പൊ അടുത്തതായിട്ട് ഭാഗവതർ തങ്കപ്പൻ ഒരു ഗാനം ആലപിക്കുമെന്ന് പറയും. എന്ന് പറയുമ്പോൾ ജഗതി പറയുന്നുണ്ടല്ലോ, അത് തങ്കപ്പൻ നല്ല സുശീൽ കുമാർ എന്നാണ് എന്റെ പേരെന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ, രാമ ശ്രീരാമ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ പാടുന്നത് വളരെ വൈറലാണ്. ആ ജഗതിയുടെ അരങ്ങവും ആ ചിത്രീകരണവും എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്ന് പറയുന്നത് പോലെ എന്ത് ചെയ്യുമെന്ന് ആളുകൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് കോൺഗ്രസ്സുകാർ ഇതാ കലാപരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ആളുകളെ ഒന്നും മുഷിപ്പിക്കുന്നില്ല, തെരഞ്ഞെടുപ്പിന്റെ ടെമ്പോ നിലനിർത്തുകയാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തായിരുന്നു സാഹചര്യം, അതേ ടെമ്പോ അവർ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ 8 ദിവസത്തിനിടയിൽ തുടർച്ചയായിട്ട് ഓരോരോ വിലയിരുത്തലിന് ശേഷം തുടർച്ചയായിട്ട് ഓരോരുത്തരായിട്ട് രംഗത്ത് വന്ന് അരങ്ങ് കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ സൂചിപ്പിച്ച ശരിയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് വന്നിരിക്കുന്ന ആളെന്ന് പറയുന്നത് കോഴിക്കോട് MP ആണ്. അതും ശ്രദ്ധിക്കണം കേട്ടോ. ഇവരുടെ പരിപാടികൾ അവതരിപ്പിക്കാൻ വരുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരൊന്നും അല്ല വരുന്നത്. രംഗത്ത് ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആള് വരുന്നത് അതിനേക്കാട്ടിൽ തലയെടുപ്പുള്ള ആളുകളാണ്. ആദ്യം DCC പ്രസിഡന്റ് വന്നു, അതേപോലെ തന്നെ KPCCയുടെ ഒരു സെക്രട്ടറി വന്നു, അത് കഴിഞ്ഞ് സാക്ഷാൽ MP കണ്ണൂരിന്റെ MP വന്നു. MP തന്നെ രംഗത്ത് വന്നിട്ടൊരു പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. അതിന് മറുപടിയായിട്ട് അവിടെ ഇവിടെ നിന്നൊക്കെ ചില തലയെടുപ്പുള്ള നേതാക്കന്മാരുടെ പ്രസ്താവന വന്നു. പിന്നെ KPCC പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നു. ഇപ്പൊ ഇത് അവസാനം കോഴിക്കോട് MP സാധാരണഗതിയിൽ അങ്ങനെ വലിയ തർക്കങ്ങളിലും വിവാദങ്ങളിലും ഒന്നും പെടാത്ത ഒരാളാണ് MK രാഘവൻ എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹം ഒന്ന് പൊട്ടിത്തെറിക്കുകയാണ്. പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ഭാഷയിലാണ് വിമർശനം വന്നിരിക്കുന്നത്. ചോദിക്കുന്നത്, ഈ DCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ ആരാണ്? മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇയാൾ ആരാണെന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടും കേട്ടും നിൽക്കുന്നു? ഒരാളൊരു അഭിപ്രായം മുഖ്യമന്ത്രിയെ കുറിച്ച്, സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് കോൺഗ്രസിൽ ഇന്നാളെ മുഖ്യമന്ത്രി ആകുമെന്ന് പറയാൻ ഇയാൾക്ക് എന്താണ് അധികാരം എന്നാണ് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊന്നും ആര് വിചാരിച്ചാലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കോൺഗ്രസിന്റെ ഇപ്പൊ അവസ്ഥ അതാണ്. ഹൈക്കമാൻഡ് KPCC ഇടപെടണമെന്ന് പറഞ്ഞാൽ KPCC പ്രസിഡന്റ് തന്നെ ചില അഭിപ്രായങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വന്നു. അതേപോലെ തന്നെയാണ് ഇന്ന് MK രാഘവന്റെ പ്രസ്താവന കേട്ട് കഴിഞ്ഞാല് അദ്ദേഹവും സംസ്ഥാന ഘടകത്തെയാണ് കുറ്റപ്പെടുത്തുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, ഞങ്ങൾ MP-മാർക്ക് ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു, കേരളത്തിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. അത് 2 MP-മാരുടെ പേരാണ് സജീവമായിട്ട് നമ്മൾ കേട്ടത്. കണ്ണൂർ MP ശ്രീ സുധാകരനും അതേപോലെ തന്നെ UDF കൺവീനറും ആക്ടിംഗ് MP-യുമായിരുന്ന അടൂർ പ്രകാശിന്റെയും പേരുകളാണ് അന്ന് ആദ്യം ചർച്ചയെ കേട്ടത്. പിന്നീട് കുറച്ച് പേരുകളൊക്കെ കേട്ടിരുന്നു. മാവേലിക്കര MP-യുടെ പേര് കേട്ടിരുന്നു, കോഴിക്കോട് MP-ക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ വെച്ചുള്ള പേരുകൾ കേട്ടിരുന്നു. പക്ഷെ ഇതൊന്നും അത്ര സജീവമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കോഴിക്കോട് MP MK രാഘവൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്, എനിക്ക് താല്പര്യമുണ്ടായിരുന്നു, മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സംസ്ഥാന നേതൃത്വത്തോട് ആലോചിച്ചെന്നാണ് പറയുന്നത്. ആരാണത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷെ സംസ്ഥാന നേതൃത്വം എന്നോട് പറഞ്ഞത്, കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, കോൺഗ്രസ് ഒരു കാലത്തും ജയിക്കാൻ എളുപ്പമല്ലാത്ത വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സീറ്റിൽ പോയി മത്സരിക്കണം.
അസംബ്ലി സീറ്റിൽ മത്സരിക്കും. അങ്ങനെ മത്സരിച്ചു കഴിഞ്ഞാൽ പിന്നെ താങ്കൾ കൂടെ മത്സരിക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഏതായിരിക്കും ആദ്യം സീറ്റ്? തന്നെ എതിർപ്പ് പറഞ്ഞു അതിനകത്ത്. സീറ്റ് ഏതാണെന്ന് പറയുന്നില്ല. കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിന് മത്സരിച്ച് ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സീറ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏത് സീറ്റാണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അത് പറയുന്നില്ല അദ്ദേഹം. അപ്പൊ അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴേ ഒരു അഭിപ്രായം പറഞ്ഞ അത് ബുദ്ധിമുട്ടാണ്, സീറ്റ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ളൊരു മട്ടിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഭാരവാഹികൾ തന്നെ, ഈ KPCCയിലെ ഈ ഭാരവാഹികൾ, അതോ ഭാരവാഹിയാണോ ആരാണെന്ന് അറിഞ്ഞുകൂടാ, അവര് തന്നെ ഡൽഹിയിൽ ചെന്ന് പറഞ്ഞു ഇവരെ MP മാരെ ഒന്നും മത്സരിപ്പിക്കണ്ടായിരുന്നു. നോക്കുക, പ്രസ്താവനയുടെ ഒരു വൈരുദ്ധ്യം പോകുന്നത് നോക്കുക. ഇത്തരത്തിലാണ് സംഭവങ്ങൾ ഉണ്ടായിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങളോട് കേരളത്തിൽ വെച്ച് ഇന്ന സീറ്റുകളിൽ മത്സരബുദ്ധിയുള്ള സീറ്റുകളിൽ മത്സരിച്ച് നിങ്ങൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് സീറ്റ് പിടിച്ചു തരണമെന്ന് പറയുക. അപ്പൊ നമ്മൾ ആ അതിനെതിരെ കെ ബുദ്ധിമുട്ട് പറയും. മുരളീധരൻ ആ പറയുന്നു, സമയത്ത് ഇവിടെ അതിനെതിരെ കെ മുരളീധരൻ പറയുന്നല്ലേ സിംഗിൾ ഡാൻസ് മതി, വേണ്ട ഗ്രൂപ്പ് ഡാൻസ് മതി എന്ന് പറയുന്നു. അതെ, അത് മുരളീധരൻ പറഞ്ഞതല്ലത്. അതെ, രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് വന്ന് കേരളത്തിൽ വന്നപ്പോൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്. കോൺഗ്രസിനകത്തില് അങ്ങനെ സിംഗിൾ ഐറ്റംസ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഒറ്റയ്ക്ക് ആളുകൾ കയറി സ്റ്റേജിൽ കയറി നൃത്തം ചെയ്തിട്ട് അങ്ങനെ സമ്മാനങ്ങൾ മേടിക്കുന്ന ഒരു കലാപരിപാടി ഇവിടെ നിർത്തിയിരിക്കുന്നു. അത് സിംഗിളിന് അത്ര വലിയ കൊഴുപ്പും ഉണ്ടാകത്തില്ലോ. അതുകൊണ്ട് ഗ്രൂപ്പുകളെ മതി എന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് മത്സരം ഗ്രൂപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഒരു സമൂഹ നൃത്തം മതി. അതിൽ നിന്ന് നമുക്കൊരു വിജയിയെ കണ്ടെത്താം എന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കേട്ടോ, രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ്. മുരളീധരൻ കടമെടുത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരു അഭിപ്രായം പറയേണ്ടി വന്നപ്പോഴേ പിന്നെ AICCയുടെ വലിയ നേതാവ് അല്ലെങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം എടുത്ത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ. അപ്പൊ കോൺഗ്രസിനകത്ത് ഇത്തരം കളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിംഗിൾ ഐറ്റംസ് ഒന്നും യാതൊരു കുറവുണ്ടാകുന്നില്ല. ഇപ്പൊ നമ്മൾ ഏറ്റവും പുതിയതായിട്ട് കേൾക്കുന്നത് കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു നിജേഷ് അരവിന്ദ് രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹം KPCCക്ക് രാജിക്കത്ത് കൊടുത്തിരിക്കുന്നു. നിജേഷ് അരവിന്ദ് തന്നെ എല്ലാവർക്കും പരിചിതമാണ്. കോഴിക്കോട് DC സെക്രട്ടറി ആണെങ്കിലും ഈ KPCCന്റെ വക്താവായിട്ട് ചാനൽ ചർച്ചകളിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു വക്കീലാണെന്ന് തോന്നുന്നു. വളരെ സജീവമായിട്ട് ചാനൽ ചർച്ചകൾ ഉണ്ടാക്കാൻ കോൺഗ്രസിന് വേണ്ടി ഏറ്റവും വീറോട് നല്ല ശക്തിയുക്തം, വളരെ ലോജിക്കായിട്ട് വാദിക്കുന്ന ഒരു നല്ല എനിക്കും നല്ലൊരു നന്നായിട്ട് പഠിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിജേഷ് അരവിന്ദ് എന്ന് പറയുന്നത്. അയാൾ രാജിവെച്ചിരിക്കുന്നു. അയാൾ പറഞ്ഞിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് എന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണത്തിന് ഇറക്കിയില്ല, മറ്റു കാര്യങ്ങളിലേക്കൊന്നും അടുപ്പിച്ചില്ല, അതേപോലെ തന്നെ സീറ്റ് നിശ്ചയിച്ചു. ചെറുപ്പക്കാരനാണല്ലോ, ഒരുപക്ഷെ സീറ്റിന്റെ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. എലത്തൂരിൽ ഇപ്പൊ മന്ത്രി ശശീന്ദ്രനെതിരെ മത്സരിക്കുന്നതിനായിട്ട് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു പറഞ്ഞ ആ സീറ്റ് മറ്റാർക്കോ കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കലാപരിപാടികൾ അവസാനിക്കുന്നില്ല. ഒരു MP DCC സെക്രട്ടറി ഒക്കെയാണ് ഇന്നത്തേത്. ഇനി നാളെ ആരാണെന്നുള്ളത് നമ്മൾ കാത്തിരിക്കുകയാണ്. എന്നാലും ഒരു ക്ഷാമമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇടവേളയ്ക്ക് വിരസത ഉണ്ടാകുന്നില്ല. അതാണ് ഇതിനകത്ത് ഒരു ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത്.